ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടും പോലെയുള്ള നല്ല അടിപൊളി മീൻകറിയാണ്. അതിട്ട് 1/2 കിലോ ചൂരയാട്ടോ എടുത്തേക്കുന്നത്. ഇതുപോലെ പീസസ് ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ചൂരയുടെ ഡാർക്ക് കളറ് മാറാനായിട്ട് ഒരു അരമണിക്കൂർ നേരം പഞ്ചസാര കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ കുറേ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ച് കഴുകിയെടുത്ത് വെച്ചേക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ്. അതിനായിട്ടൊരു 7-8 കഷ്ണം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത്. വളരെ കുറച്ച് മാത്രം മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം മതി. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ അരയ്ക്കുന്നുണ്ട്. നല്ല എരിവിന് വേണ്ടിയിട്ടാണ് ഇതും കൂടെ ചേർത്തരയ്ക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ അരപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടണം. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോകണ്ട. നമ്മളിപ്പം പുളിവെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയാട്ടോ ചേർക്കാൻ പോകുന്നത്. ഒരു 4-5 കഷ്ണം എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഇതിനനുസരിച്ച് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു നേരത്തെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി ഇതെല്ലാം നന്നായിട്ട് അതിനകത്തോട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചട്ടി വെച്ചൊന്ന് കറക്കി കൊടുത്താൽ മതി. ഇതുപോലെ ആക്കണമെന്നില്ല, പയ്യെ ഒന്ന് മുക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതാണ്. മീനിൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഈ മീനകത്തെ വെള്ളവും കൂടെ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ആയി വരും. അപ്പോൾ നമ്മുടെ ചാറിനനുസരിച്ച് നമ്മളുടെ മീൻകറി നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വെന്ത് വറ്റി വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ശകല സമയം കൂടി ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനലായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ചോറിൻ്റെ കൂടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.